പടം ഒരു ഇമോഷണൽ ആയിട്ട് ബോണ്ടിങ് ആയി പോയി. കാരണം ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാർ നമുക്ക് കൺമുമ്പിൽ ജീവിക്കുന്നവരാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മള് ക്ലൈമാക്സിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇത് നമ്മൾ ഉണ്ടാക്കി അറിയുന്നതല്ല, അത് സിനിമ കണ്ട് കരയുക എന്ന് പറയുന്നത് എന്താ പറയാ, കരയിപ്പിക്കാൻ എളുപ്പമല്ല, ചിരിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ് സംവിധായകന്മാർക്ക്. പക്ഷെ ഒരു സിനിമ നമ്മളെ കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഓരോ സിനിമ ഒരു നടന്റെ മാത്രമല്ല, ഒരുപാട് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എന്താ പറയാ എഫേർട്ടാണ് ഈ സിനിമ. ഒരു കൂട്ടം നാട്ടുകാരും കാര്യങ്ങളും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ കൈലേഷ് ചേട്ടന്റെ പെർഫോമൻസ് ആണ്. കാരണം നീലത്താമരയ്ക്ക് ശേഷം നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം അദ്ദേഹത്തിന് നല്ല രീതിയിലൊരു ടാലന്റുള്ള ആക്ടറാണ്. കാരണം അമ്മയിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയ്ക്കും ഒരു നല്ല രീതിയിൽ നാട്ടാൻ പറയുന്നത് ഈ സിനിമ കാണുന്നവർ ഇനി മയക്കുമരുന്ന്, കഞ്ചാവ് ഇത് ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടൊരു എന്താ പറഞ്ഞ ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ പോലും ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിച്ച് ഇവിടെ ആത്മഹത്യ പറഞ്ഞ ഇവിടെ ഒരു എറണാകുളത്ത് പല പല സ്ഥലങ്ങളുണ്ട്, പല സ്ഥലത്തും ഗ്രൗണ്ട് ഇല്ല. അവിടെ ഗ്രൗണ്ട് കുറവ്. ആ ഗ്രൗണ്ട് ഇല്ല. ഒരു ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് വേണം. അവിടെ എല്ലാം കയറി കാർ പാർക്കിംഗ് ആക്കിയേക്കുക. അതൊന്ന് ഗ്രൗണ്ട് വേണം. കാരണം എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ മയക്കുമരുന്നെല്ലാം കണ്ടവന്റെ പുറകെ പോകുന്നു. അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇദ്ദേഹം കരഞ്ഞു കണ്ടിട്ട് ഞാനും കരഞ്ഞു. ലാസ്റ്റ് സീനിലൊക്കെ പൊട്ടിക്കരയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഫുൾ മൂവി കാണാറില്ല, പക്ഷെ ഈ പടം കണ്ടു ഓളതേണ്ടി ഉണ്ണിച്ചേന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു ഇതിനകത്ത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആ ഫുട്ബോൾ പിന്നെ ഇദ്ദേഹം ഷൈൻ ചേട്ടൻ ഞങ്ങള് PR അഭിനയിച്ച പടങ്ങളുണ്ട്. പൊങ്കാലത്തെ സിനിമ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. ആ നായകന്റെ ഒരു പെർഫോമൻസ് സാധാരണ നമ്മള് മറ്റേ പടം കാണുമ്പോൾ നമ്മള് പൊക്കി പറയും. പക്ഷെ ഈ ഒരു പടം നമ്മള് വെറുതെ പൊക്കി പറയണല്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു വീട്ടിലൊരു അനിയനെത്തി ആ ഒരു ഫീല് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. സത്യം ഒരു ആറാട്ടണ്ണൻ സിനിമ അവസാനം അനിയത്തിയുണ്ട്. എനിക്കൊരു അനിയത്തി. ആറാട്ടണ്ണൻ ലാസ്റ്റ് വരെ കണ്ട പടം ആറാട്ടണ്ണൻ ഈ പടമാണ് അണ്ണൻ ലാസ്റ്റ് കണ്ട പടം. എനിക്കൊരു പെങ്ങളുണ്ട്. അപ്പൊ പെങ്ങളെ സ്നേഹിക്കുന്ന ഒരു പടം ഫുട്ബോളിനെക്കാട്ടും കൂടുതൽ ഇതിൽ ഇമോഷണൽ ഫാമിലി ഭയങ്കരമായി. ഈ സിനിമയുടെ PR ആണ് ഷൈൻ ചേട്ടൻ. ഷൈൻ ചേട്ടൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും എല്ലാ സിനിമ തെരഞ്ഞെടുക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. നല്ല സിനിമ, നല്ല കണ്ടന്റുള്ള സിനിമകളാണ്. കാരണം താരങ്ങളല്ല, കഥയാണ് മുഖ്യം. പൊങ്കാല പടത്തിൽ അഭിനയം എനിക്ക് ഇഷ്ടപ്പെട്ടു. കെട്ടിപ്പിടിച്ച് ഉമ്മാനുണ്ട്. കാരണം കേട്ടോ അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. കാരണം ഷൈൻ ചേട്ടാ ഇനി ഇതുപോലത്തെ സിനിമകൾ വരട്ടെ. ഞങ്ങളുടെ സപ്പോർട്ട് നല്ലൊരു PR.